ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ ടോപ്പിക്ക് മെനോർജിയ അല്ലെങ്കിൽ അത്യാർത്തവം അല്ലെങ്കിൽ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്. ആർത്തവ സമയത്ത് ഒത്തിരി ബ്ലഡ് ലോസ് ഒത്തിരി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അത്യാർത്തവം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇതാണ് അത്യാർത്തവം. നോർമലായിട്ട് ഒരു ആർത്തവ കാലത്ത് 50 തൊട്ട് 120 ml ബ്ലഡാണ് ഒരു ആർത്തവ കാലത്ത് സാധാരണയായിട്ട് പോകുന്നത്. 5-6 ദിവസങ്ങളിൽ കൊണ്ട് ഇത് പോയി തീർക്കും മൊത്തം. അപ്പം ഇതിൽ കൂടുതൽ എമൗണ്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ അത്യാർത്തവം കണ്ടീഷനായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഈ അത്യാർത്തവം കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കട്ടയായിട്ട് ബ്ലഡ് പോകും. ഭയങ്കര ക്ലോട്ടായിട്ട് ബ്ലഡ് പോവുകയും അമിതമായിട്ട് പോവുകയും അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര വേദനയും ഇറിറ്റേഷനും, പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീൻ വർക്കുകൾ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത്രയ്ക്ക് നമ്മൾ ടയേർഡായിരിക്കും ബ്ലഡ് പോകുന്നത് കൊണ്ട് തന്നെ. ആ ഒരു അവസ്ഥേനെയാണ് അത്യാർത്തവം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആർത്തവ രക്തം കട്ടയായിട്ടാണ് യൂട്രസിനകത്ത് വെച്ച് വരുന്നത്. അത് കുറച്ച് പ്രോസസ്സിലൂടെ തന്നെ ഈ കട്ടയൊക്കെ അലിയിച്ച് സാധാരണ ബ്ലീഡിങ് പോലെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അത്യാർത്തവം കണ്ടീഷൻ ആകുമ്പോൾ ഒത്തിരി ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ബ്ലഡ് പോകുമ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ കട്ട അലിയിപ്പിക്കുന്ന പ്രോസസ്സ് യൂട്രസിനകത്ത് വെച്ച് നടക്കാൻ ഒത്തിരി സമയം വേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും കുറേ ബ്ലഡൊക്കെ കട്ടായി തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ഇതിനും പറയുന്ന പോലെ ഇതിനും ഹോർമോണൽ ഡിഫക്റ്റ് തന്നെയാണ് ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത്. ഒരു നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ യൂട്രസിനകത്തുള്ള ഹോർമോൺസായ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺസ് പ്രൊഡ്യൂസായി അത് എൻഡോമെട്രിയം, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ സാധനങ്ങളെന്ന്. ആ എൻഡോമെട്രിയം ഇതിനെ റെഡിയാക്കി എടുക്കും. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുവാണെങ്കിൽ ഇംപ്ലാന്റേഷൻ, അതായത് ഗർഭം ഉണ്ടാവാൻ ചാൻസ് നടക്കുവാണെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനെ കറക്റ്റായിട്ട് ഈ എൻഡോമെട്രിയത്തിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കും യൂട്രസ്. അപ്പോൾ അങ്ങനെ നടന്നില്ലെങ്കിലാണല്ലോ എൻഡോമെട്രിയം എല്ലാം കൂടി പൊഴിഞ്ഞ് ആർത്തവ രക്തമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹോർമോണിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയും എൻഡോമെട്രിയം കൂടുതൽ കട്ടിയായിട്ട് വളരുകയും അത് ഫുള്ളും പുറത്തോട്ട് വരുമ്പോൾ അതിന് അത്രയും വേദന വരികയും ചെയ്യും, അത്രയും ബ്ലഡ് ലോസ് ആവുകയും ചെയ്യും. ഹോർമോണൽ ഡിഫക്ട്സ് ഉണ്ടാവാൻ കാരണം ഒബസിറ്റി, PCOD, പിന്നെ തൈറോയിഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇതേപോലെ ഹോർമോൺ ഡിഫക്റ്റ് ഉണ്ടാവുകയും അമിതമായ രക്തസ്രാവം വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കാരണമാണ് ഓവറിക്കകത്തുനിന്ന് റിലീസാവുന്ന ഓവം. ഈ ഓവം എന്ന് പറയുന്നത് എല്ലാ മെൻസ്ട്രൽ സൈക്കിളിലും ഓരോ ഓവം വെച്ച് റിലീസ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക്, അതായത് ഈ 12-13 വയസ്സിൽ നമ്മൾ മെനാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് ആർത്തവം കാണുന്ന കുട്ടികളിൽ ആദ്യത്തെ ഒരു 2 വർഷമൊക്കെ ഓവം ഇല്ലാത്ത സൈക്കിളായിരിക്കും. അപ്പോൾ അതിനെയാണ് അനോവലേറ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനോവലേറ്ററി സൈക്കിൾ നടക്കുമ്പോൾ ഓവമാണല്ലോ പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഓവം ഇല്ലാതെ വരുമ്പോൾ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഇല്ലാതെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ വരുമ്പം ഹോർമോണുള്ള ഇംബാലൻസ് വരികയും അത് തുടർന്ന് അത്യാർത്തവം പോലത്തെ കണ്ടീഷൻ വരികയും ചെയ്യുന്നു. കാരണമാണ് ഫൈബ്രോയിഡ്സ്. ഫൈബ്രോയിഡ്സ് എന്ന് വെച്ചാൽ ബിനൈൻ ട്യൂമേഴ്സ് ആണ്. ബിനൈൻ ട്യൂമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻസറസ് അല്ല. ഈ ഒരു ട്യൂമർ കാരണം ക്യാൻസർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് ഒരിക്കലും എത്തത്തില്ല. പക്ഷേ ഈ ഒരു ഫൈബ്രോയിഡ് യൂട്രസിൽ എവിടെയെങ്കിലും ഇങ്ങനെ വളരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരികയും അങ്ങനെ തന്നെ അത്യാർത്തവം പോലത്തെ കണ്ടീഷൻ വരികയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു കണ്ടീഷനാണ് പോളിപ്സ്, യൂറിട്രൈൻ പോളിപ്സ്. പോളിപ്സ് എന്ന് വെച്ചാൽ ചെറിയ സിസ്റ്റ് പോലെ ചെറുതായിട്ടിരിക്കും. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ്സ് പോലെ ഒരിക്കലും ക്യാൻസറസ് ആവില്ല. ഇതും ബിനൈൻ ട്യൂമേഴ്സ് തന്നെയാണ്, കുഞ്ഞു ട്യൂമേഴ്സാണ്. അതും യൂട്രസിൽ എവിടെയെങ്കിലും വളരുന്നുണ്ടെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റീസണാണ് എഡിനോമയോസിസ്. എഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു യൂട്രസിനകത്ത് എൻഡോമെട്രിയം ഉണ്ട്. എൻഡോമെട്രിയത്തിനകത്ത് തന്നെ കുറേ ഗ്ലാൻഡ്സ് ഉണ്ട്. ഗ്ലാൻഡ്സ് എന്ന് വെച്ചാൽ ഗ്രന്ഥികൾ. അതിനകത്തു നിന്നൊക്കെ കുറേ ഹോർമോൺസ് റിലീസാവുന്ന ഗ്രന്ഥികളുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥികൾക്കുള്ളിൽ യൂട്രസിനകത്തുള്ള മസിൽസ് എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കും. അങ്ങനെ ഒരു അവസ്ഥേനെയാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഡിനോമയോസിസ് പോലത്തെ കണ്ടീഷൻ ഉള്ളവർക്കും അത്യാർത്തവം കാണാൻ ചാൻസ് ഉണ്ട്. ഇത് കാരണമാണ് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ. പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൽ പ്ലാസൻറ്റ പ്രീവിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് നമ്മുടെ പ്ലാസൻറ്റ, മറുപിള്ള എന്ന് പറഞ്ഞ സാധനം താഴെയായിട്ട്, അതായത് ഗർഭത്തിൻ്റെ താഴെയായിട്ട് വളരും. പ്ലാസൻറ്റ ശിശുവിൻ്റെ താഴെയായിട്ട് വളരും. ആ ഒരു സമയത്തും നമുക്ക് നല്ല ബ്ലീഡിങ് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇതിലല്ലാതെ പ്രഗ്നൻസിയിൽ വരുന്ന എന്താണ്? നമ്മളിപ്പോൾ ഒരു മന്ത് നമുക്ക്
നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ആയിട്ട് ഒരു മാസം നമ്മൾ പീരീഡ്സ് ആവാണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലേറ്റ് ആയതാണെന്ന്, ലേറ്റ് ആയിട്ട് പീരീഡ്സ് ആവുകയാണെന്ന് വിചാരിക്കും. പക്ഷെ അത് പ്രഗ്നൻസി ആണ്. എന്നിട്ട് നമ്മൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്ലീഡിങ് വരും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനും, അതായത് പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോയതാണ്, അബോർഷൻ ആയി പോയതാണ്, അങ്ങനത്തെ കണ്ടീഷനിലും ഒരുപാട് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണമാണ് ക്യാൻസർ. യൂട്രസിൽ അല്ലെങ്കിൽ സെർവിക്സിൽ എന്തെങ്കിലും ക്യാൻസർ പോലത്തെ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാർത്തവം പോലത്തെ കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടുതൽ ഉണ്ടാവുന്നത് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ്. പീരിയഡ്സ് ഒക്കെ നിന്ന് മെനോപാസ് ആയ സ്ത്രീകൾക്കാണ് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ കാണുന്നത്. പിന്നെ അടുത്തൊരു കണ്ടീഷനാണ് പാരമ്പര്യമായിട്ട് വരുന്ന ചില ബ്ലീഡിങ് ഡിസോർഡേഴ്സ്. ബ്ലീഡിങ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് കുറേ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും മുറിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടായാൽ അത് കട്ട പിടിച്ച് അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ബ്ലഡിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി മുറിവിൻ്റെ അടുത്ത് വന്നാണ് ആ മുറിവ് നമുക്ക് ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയും ഇതിനെ. അപ്പോൾ ചിലർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ക്ലോട്ടിങ് ഫാക്ടേഴ്സിൻ്റെ അഭാവം കാണും ബ്ലഡിനകത്ത്. അത് ഇങ്ങനെ ജനറേഷനായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ ഉള്ളവർക്കും ഒരുപാട് ബ്ലഡ് പൊക്കോണ്ടിരിക്കും. അത്യാർത്തവം പോലത്തെ കണ്ടീഷൻ കാണാനുണ്ട്. പക്ഷെ ഇത് റയർ കേസാണ്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല. പിന്നെ അടുത്ത കാരണം ചിലർ സപ്ലിമെന്റ്സ് എടുക്കും. ഈസ്ട്രോജൻ സപ്ലിമെന്റ്സ്, പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നവർക്കും ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ഒരുപാട് ബ്ലീഡിങ് ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കിഡ്നിയിൽ, ലിവറിൽ എന്തെങ്കിലും അസുഖമുള്ളവർ അതിനു വേണ്ടി കഴിക്കുന്ന മെഡിസിൻസ് സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരുപാട് ബ്ലീഡിങ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് IUDs, അതായത് ഗർഭനിരോധന മാർഗങ്ങളായ കോപ്പർ ടി അതുപോലത്തെ ഒക്കെ ഇടുമ്പോഴും ചിലർക്ക് ഇങ്ങനെ അത്യാർത്തവം പോലത്തെ കണ്ടീഷൻ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കി. നമുക്ക് ഇനി സിംറ്റംസ് നോക്കാം. സിംറ്റംസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് 1 മണിക്കൂറിൽ തന്നെ 1ൽ കൂടുതൽ പാഡ് മാറ്റേണ്ടി വരുന്നത്, അത്രയ്ക്കും പെട്ടെന്ന് നനയുമ്പോൾ മാറ്റേണ്ടി വരുന്ന അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ ഒരേ സമയത്ത് 2 പാഡ് വെക്കേണ്ടി വരുന്ന അവസ്ഥ. പിന്നെ അതേപോലെ തന്നെ നനവ് കാരണം രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ ഇടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരുന്ന അവസ്ഥ. പിന്നെ അതേപോലെ തന്നെയാണ് ഒരാഴ്ചയിൽ കൂടുതൽ ബ്ലീഡിങ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സിംറ്റംസ് ആണ്. പിന്നെ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നത് പോലെ തന്നെ റുട്ടീൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്കും പെട്ടെന്ന് പാഡ് നനയുന്നു. പിന്നെ ഒരുപാട് കട്ടയായിട്ടാണ് ബ്ലഡ് പോകുന്നു. ഇതൊക്കെയാണ് മെനാർജിയയുടെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇനി മെനാർജിയ കൊച്ചു കുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ, അതായത് ഒരു 14-15 അറൗണ്ട് ആ വയസ്സുള്ള കുട്ടികൾക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എനോവുലേറ്ററി സൈക്കിൾ ആയിരിക്കും. അതായത് ഓവം പുറത്തേക്ക് വരാതെ വെറുതെ ബ്ലീഡിങ് മാത്രം ആകുന്നത് കൊണ്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് അവർക്ക് ഒരുപാട് ബ്ലഡ് പോകുന്നത്. അപ്പോൾ അവർ പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് 2-3 വർഷം കഴിഞ്ഞ് ഓവുലേറ്ററി സൈക്കിൾ ആകുമ്പോഴത്തേനും നമുക്ക് തന്നെ ക്യൂർ ആയിക്കോളും. പക്ഷേ കുറച്ച് പ്രായമായ സ്ത്രീകളിലൊക്കെയാണ് ഇതുപോലെ കൂടുതൽ അത്യാർത്തവം പോലത്തെ അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാരണങ്ങളാവാം, ഫൈബ്രോയിഡ്സ്, പോളിപ്സ് അതുപോലത്തെ കാരണങ്ങളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. കോംപ്ലിക്കേഷൻസ് ഇത് വരുമ്പോൾ ഉള്ള ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ. എല്ലാവർക്കും അറിയാം, ഒരുപാട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ ശരീരത്തിന് ബ്ലഡിൻ്റെ അളവ് കുറയുകയും HB ഹീമോഗ്ലോബിൻ കുറയുകയും അങ്ങനെ ഭയങ്കരമായിട്ട് പെയിലെന്ന് വെച്ചാൽ നല്ല വിളർച്ചയും അതുപോലത്തെ ഒക്കെ അവസ്ഥ ഉണ്ടാവുന്നുണ്ട്, അനീമിയ. രണ്ടാമത്തെ കോംപ്ലിക്കേഷനാണ് സിവിയർ പെയിൻ, ഭയങ്കര വേദനയായിരിക്കും ഇത്രയും ബ്ലീഡിങ് പോകുന്നത് കൊണ്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച അബ്നോർമലായിട്ട് കൂടുന്നുണ്ട് ചില കേസസിൽ, ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്നതിൽ. അങ്ങനെ വരുമ്പം അത് അത്രയും ഷെഡ് ചെയ്ത് പൊഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെങ്ങനെ ഡയഗ്നോസിസ് ചെയ്യാം. ഒബ്വിയസ്ലി ഒത്തിരി ബ്ലീഡിങ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ അത്യാർത്തവം തന്നെയാണെന്ന് പറയാം. രണ്ടാമത്തത് ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ HBയുടെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും തൈറോയിഡ് ഹോർമോൺസിൻ്റെ എന്തെങ്കിലും അഭാവങ്ങളോ കൂടുതലോ കുറവോ ഉണ്ടെങ്കിലും അത്യാർത്തവം പോലത്തെ കണ്ടീഷൻ വരുന്നുണ്ട്. പിന്നെ സെർവിക്സിലോ യൂട്രസിലോ എന്തെങ്കിലും ക്യാൻസറസ് ഗ്രോത്ത് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സെർവിക്സിനകത്തുള്ള സെൽസിനെ എടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അത് പോസിറ്റീവ് ആണെങ്കിലും അത്യാർത്തവം വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ്സും സർജറീസും ഒക്കെ പറയുന്നുണ്ട്. അതായത് ട്യൂമർ അതുപോലത്തെ കാര്യമൊക്കെ തന്നെ. അല്ലാതെ അനീമിയ പോലത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേന് അയൺ സപ്ലിമെൻറ്റ്സ്, ഹോർമോണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ പ്രൊസീജിയർ, അതായത് ഈ പോളിപ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് DNC, ഡയലറ്റേഷൻ ആൻഡ് ക്യൂറേഷൻ എന്ന് പറഞ്ഞ DNC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അതൊക്കെ ചെയ്യുമ്പോഴത്തേനും പോളിപ്സ് ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്.
പിന്നെ റെഗുലറായിട്ട് ഇതുപോലെ ഒത്തിരി ബ്ലീഡിങ് പോകുന്ന അത്യാർത്തവം പോലത്തെ ഒരു കണ്ടീഷനുള്ള ആൾക്കാർ എന്തൊക്കെ ആഹാരമാണ് കഴിക്കാൻ പറ്റുന്നത്, കഴിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നത് കൂടുതൽ ഗോതമ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ മുന്തിരിങ്ങയും ഉണക്കമുന്തിരി അതൊക്കെ ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് റിലീഫ് കിട്ടും, ബ്ലീഡിങ്ങിൽ കുറച്ച് കുറവുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നെല്ലിക്ക, മാതളം, ഡേറ്റ്സ് ഇതിൻ്റെയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുക. ഇത് എന്ന് പറയുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യണം. പീരിയഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല, റെഗുലറായിട്ട് ഇത്തരം ആഹാരം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരികയും ഹോർമോൺസിൻ്റെ ഇതൊക്കെ ശരിയാവുകയും അത്യാർത്തവം ഒരുവിധം ക്യൂർ ആവാൻ പറ്റും. ഇനി കഴിക്കാൻ പാടില്ലാത്തത് എല്ലാവരും പറയുന്ന പോലെ തന്നെ എരിവും പുളിയും ഒക്കെ കൂടുതൽ കഴിക്കുമ്പോഴത്തേനും ഒത്തിരി പിത്തം നമ്മുടെ ശരീരത്തിന് കൂടുകയും ബ്ലീഡിങ് ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മീൻ, എള്ള്, പിന്നെ മുതിര, പിന്നെന്താ ഉഴുന്ന്, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കണ്ടീഷനുള്ളവർ ഇതൊക്കെ ഒഴിവാക്കുക. ഇനി ഇതിൻ്റെ ഹോം റെമഡീസ് വീട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, രാമച്ചം അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്ന രാമച്ചത്തിനെ നമ്മൾ പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഒരു 3 ഗ്രാം പൊടി, അതായത് 3 തൊട്ട് 5 ഗ്രാം ഒരു ചെറിയ സ്പൂൺ പൊടി എടുത്തിട്ട് നമ്മൾ വെണ്ണയിൽ ചാലിച്ചിട്ട് സ്ഥിരമായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ ഉണക്കമുന്തിരി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കുന്നത് കൊണ്ട് ഈ ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ പറ്റും. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അടുത്തത് യോഗ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 5 യോഗ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമ്മുടെ കാലിൻ്റെ മസിൽസും ഒക്കെ കുറച്ച് സ്ട്രെങ്തൻ ആവുന്ന ഒരു 5 യോഗയും കൂടി ഞാൻ പറയാം. ആദ്യത്തേത് ബദ്ധ കോണാസനം, ബട്ടർഫ്ലൈ പോസ്. അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കൊടുത്തേക്കാം, എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന്. അതൊരു 3 തൊട്ട് 4 പ്രാവശ്യം ചെയ്യുക. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലത്തെ നമ്മുടെ തൊടയുടെയൊക്കെ മസിൽസിനൊക്കെ നല്ല ശക്തിയൊക്കെ കിട്ടും, കൈകാലുകൾക്ക് ബലം വെക്കും. അപ്പം ഞാൻ ഈ പറയുന്ന എല്ലാ ആസനങ്ങളും ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് അർദ്ധചന്ദ്രാസനം, ഹാഫ് മൂൺ പോസ്. ഇതും സ്ട്രെസ് കുറയ്ക്കാനും ഇതേപോലെ തന്നെ തുടയുടെ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാനൊക്കെ ചെയ്യുന്നതാണ് ഇത്. മൂന്നാമത്തേതാണ് അധോമുഖ ശ്വാനാസനം, ഡൗൺവേർഡ് ഫേസിങ് ഡോഗ് പോസ്. ഇത് ബ്രെയിനിൽ ഒത്തിരി ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതേപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനും ബോൺസിനൊക്കെ നല്ല സ്ട്രെങ്തൻ കിട്ടാനുമാണ് ഈ ആസനം ചെയ്യുന്നത്. നാലാമത്തത് വീരാസനം, അഞ്ചാമത്തത് ഉത്ഥാനാസനം. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. സോ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടും സേഫായിട്ടിരിക്കുക. താങ്ക് യു.